PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LGSൻ്റെ മൂന്നാം ഘട്ടം പരീക്ഷ ഇന്ന് കഴിഞ്ഞുല്ലോ. അതായത് 30/11/2024 LGSൻ്റെ മൂന്നാം ഘട്ടം പരീക്ഷ. അപ്പോൾ ഈ മൂന്നാം ഘട്ടം പരീക്ഷ ഏതെല്ലാം ജില്ലകൾക്കാണെന്ന് നമുക്കറിയാം. തിരുവനന്തപുരം, കോട്ടയം, പിന്നെ തൃശ്ശൂർ. അപ്പോൾ ഈ 3 ജില്ലകളിലാണ് ഈ മൂന്നാം ഘട്ടം പരീക്ഷ PSC നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ജില്ലകൾക്കും കൂടെ മൊത്തം കൺഫേം ചെയ്തവർ 78,726 ഇനി നമുക്ക് ഓരോ ജില്ലകളിലെയും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തിട്ടുള്ളവർ തിരുവനന്തപുരം ജില്ല തന്നെയാണ്, 47,804 പേര്. പിന്നെ തൃശ്ശൂർ ജില്ലയാണ്, 18,906 പേരാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഈ പരീക്ഷ എഴുതാൻ കൺഫേം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം ജില്ലയിൽ നിന്നാണെങ്കിൽ 12,016 പേരാണ് ഈ LGS പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ഒരു മുഴുവൻ പരീക്ഷ എഴുതുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അത് പിന്നീട് അറ്റൻഡൻസ് വരുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും അങ്ങനെ മൊത്തം ഈ 4 ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഈ LGS പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാം ഘട്ടം കഴിഞ്ഞു, 1ഉം 2ഉം നേരത്തെ കഴിഞ്ഞു, ഇപ്പോൾ മൂന്നാം ഘട്ടം കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3,10,41 പേരാണ് മൊത്തം ഈ 4 ഘട്ടങ്ങളിലായിട്ട് LGS പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവർ. ഇത് മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെ കുറവായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഈ LGS പരീക്ഷയുടെ ഈ മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് മുൻ വർഷം, അതായത് കഴിഞ്ഞ 2022 LGS പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം എത്ര പേരെയൊക്കെ എടുത്തു നമുക്ക് നോക്കി കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്ന് ജില്ലയിൽ നിന്ന് ടോട്ടൽ 771 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. പിന്നെ കോട്ടയം ജില്ലയിൽ നിന്നാണെങ്കിൽ 386 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണെങ്കിൽ 509 പേരെയാണ് ഇതുവരെ ടോട്ടലായിട്ട് അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇപ്പോൾ നിലവിലുള്ള LGSൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ഇനിയും കുറച്ച് മാസങ്ങളും കൂടി ഉണ്ട്. അതായത് ജൂലൈ 17 വരെ ഉണ്ട് 2025. അപ്പോൾ അതിന് ശേഷമാണ് ഈ പുതിയ ലിസ്റ്റ് നിലവിൽ വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, പരീക്ഷ കഴിഞ്ഞ പരീക്ഷയേക്കാൾ, അതായത് രണ്ടാം ഘട്ടം പരീക്ഷയേക്കാൾ കുറച്ചുകൂടെ നല്ല എളുപ്പമായിട്ട് ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അത് മാത്രം പോരാ, നിങ്ങളുടെ മാർക്ക് കമൻസിലൊന്ന് ഇന്ന് കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക്, നിങ്ങളുടെ മാർക്ക് ഈ ഇപ്പോൾ എഴുതിയ പരീക്ഷ ജില്ലകളിലെ ഈ 3 ജില്ലകളിലെയും പരീക്ഷ എഴുതിയവർ നിങ്ങളുടെ മാർക്കൊന്ന് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസിലേക്കും പരീക്ഷയുടെ ഓരോ ടോപ്പിക് വൈസ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഇതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞ പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷ കുറച്ച് എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഭരണഘടനയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ കേരള ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ആ ടോപ്പിക്സിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം സയൻസാണ് കുറച്ച് കുഴപ്പിച്ചത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സയൻസിൽ നിന്നാണ് ഇപ്രാവശ്യം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെയൊക്കെ ടഫായിരുന്നു. പിന്നെ അത് ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഒക്കെ കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു. പിന്നെ ഇന്ത്യൻ ഭരണഘടനാ സൈഡ്, അതുപോലെ പൊതുവിജ്ഞാനം സൈഡൊക്കെ പൊതുവെ കുറച്ച് എളുപ്പമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ സയൻസാണ് ഇപ്രാവശ്യം കുറച്ച് ടഫായിട്ട് തോന്നണത്. പിന്നെ കറൻറ്റ് അഫെയേഴ്സ് പതിവിൽ നിന്ന് വിപരീതമായിട്ടൊക്കെ 2024 തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കഴിഞ്ഞ കൊല്ലത്തെ മാത്രം പഠിച്ച് പോയാൽ പറ്റില്ല. ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഒക്കെ ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിച്ചു പോകേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം.
പിന്നെ മാത്സ് റീസണിങ് ഒക്കെയാണ്, അത് വലിയ ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. അതുപോലെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ അംശബന്ധം പോലുള്ള ചോദ്യങ്ങൾ, അതുപോലെ ക്ലോക്കിൽ എത്ര സമയം തന്നിട്ടുള്ളത്, അങ്ങനത്തെ ചോദ്യങ്ങൾ, പിന്നെ പ്രായം അനുസരിച്ചുള്ളൊരു ചോദ്യം, അങ്ങനത്തെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ഭിന്നസംഖ്യയുടെ ചോദ്യം, പിന്നെ കുറയ്ക്കലും ഹരിക്കലും കൂടിയുള്ള ദശാംശ സംഖ്യകളുടെ, ഇതെല്ലാം തന്നെ വളരെ, അതുപോലെ ഗുണനത്തിൻ്റെയൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ ലാഭം ഇത് എത്ര ആണെന്നുള്ള ചോദ്യം, അങ്ങനെയുള്ളതൊക്കെ സിമ്പിൾ മാത്സ് ഒക്കെ ആയിട്ടുള്ളത്, അതെല്ലാം തന്നെ അത്ര ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ എളുപ്പമുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ മാത്സ് ഒട്ടും തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഒരുവിധം പഠിച്ചു പോയിട്ടുള്ളവർക്കൊക്കെ 15 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള തന്നെയായിരുന്നു മെൻ്റൽ എബിലിറ്റി മാത്സും കൂടെ കൂടിയത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ തന്നേക്കുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്കറിയാം, പൊതുവിജ്ഞാനത്തിൽ നിന്ന് 40 മാർക്കാണ്, ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കും, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ഗണിതവും മാനസിക ശേഷിയും 20 മാർക്ക്. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഓരോന്നിൽ നിന്നും നമുക്ക് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ, മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്കറിയാം, എത്ര മാർക്ക് നമുക്ക് ഒരു സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പൊതുവിജ്ഞാനം സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, പൊതുവിജ്ഞാനം അത്ര ബുദ്ധിമുട്ടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു 28 മുതൽ 31 മാർക്ക് വരെ നമുക്ക് അതിൽ നിന്ന് ഒരുവിധം പഠിച്ചു പോയിട്ടുള്ളവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പിന്നെ ഉള്ളത് ആനുകാലിക വിഷയങ്ങളാണ്. ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കിൽ ഒരു 13 മാർക്കോളം എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി പിന്നെ സയൻസാണ് കുറച്ച് ബുദ്ധിമുട്ടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സയൻസിൽ നിന്ന് ആ 10 മാർക്കിൽ നിന്ന് ഒരു 5 മാർക്ക് ആണ് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണത്. പിന്നെ അതുപോലെ പൊതുജനാരോഗ്യമാണെങ്കിൽ അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൽ നിന്ന് നമുക്കൊരു 6 മാർക്ക് വരെ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെയുള്ളത് ഗണിതവും മാനസിക ശേഷിയാണ്. അത് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ഉള്ളത്. അപ്പോൾ ഗണിതവും മാനസിക ശേഷിയും എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്കൊരു ഏകദേശം 20 മാർക്ക്, അത് ഇത്തിരി എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു 15 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കട്ട് ഓഫ് എന്ന് പറയണത് നമ്മൾ 28 വെച്ചെടുക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്തുനിന്ന്, അപ്പോൾ 28ഉം 10ഉം 38, 3 41, 5ഉം 46, 6 52, 15ഉം ഒരു 67 മാർക്ക് മുതൽ 72 മാർക്ക് വരെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കുറച്ച് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ, ഞാൻ പറഞ്ഞല്ലോ എണ്ണൊക്കെ പറഞ്ഞാണ് ആദ്യം. അപ്പോൾ അത്രയും ആളുകൾ ഉദ്യോഗാർത്ഥികളെ എഴുതുന്നത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ നമുക്കിത് കൂട്ടിയപ്പോൾ 67ആണ്. 67 മുതൽ 70 വരെ, ആ പൊതുവിജ്ഞാനത്തിന് 31 വരെ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ 70 വരെ എത്താം. അപ്പോൾ എന്നിരുന്നാലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു 69 മുതൽ 74 വരെ ഉള്ളിൽ കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട്. ഇനി തൃശ്ശൂർ ജില്ലയാണെങ്കിൽ ഒരു 67 ടു 72 തൃശ്ശൂർ ജില്ലയാണെങ്കിൽ. പിന്നെ ട്രിവാൻഡ്രമാണ് 69 ടു 74 പറഞ്ഞത്. പിന്നെ അതുപോലെ മറ്റേ കോട്ടയം ജില്ലയാണെങ്കിൽ ഒരു 65 ടു 70. ഇങ്ങനെ 3 രീതിയിൽ കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയാണ്. ഇന്നത്തെ പരീക്ഷ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടാനും തന്നെയാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ കമൻസിലിടുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.